ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ക്രിയോട്ടോപ്പി. ഇന്ന് നമ്മളെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, ഇതുപോലുള്ള അതായത് നൈസായിട്ടുള്ള വെബ്സൈറ്റിൽ വരുന്ന ആനിമേഷൻസാണ് ഇതൊക്കെ. അതായത് നമ്മൾ വെബ്സൈറ്റിൽ നോർമലി നമുക്കറിയാം പലതരം ആനിമേഷൻസും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, നമ്മൾ ആനിമേഷൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ CSS3 വെച്ചിട്ടോ അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് വെച്ചിട്ടോ നമുക്ക് ആനിമേഷൻസ് ചെയ്യാം. അതായത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് നല്ലോണം അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് ആനിമേഷൻ ചെയ്യാം. അല്ലാതെ CSS3 വെച്ചിട്ടും ആനിമേഷൻ ചെയ്യാൻ പറ്റും, പക്ഷേ അതിനൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മളതായ രീതിയിലുള്ള ഒരു ആനിമേഷൻസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേ സമയം വേണം, കൂടാതെ നമുക്ക് കുറേ ലൈൻ ഓഫ് കോഡ്സ് നമ്മൾ എഴുതേണ്ടി വരും. അപ്പം അത് ഒഴിവാക്കിയിട്ട് ഇന്ന് ഞാൻ അഡോബ് ആഫ്റ്റർ എഫക്ട്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു മോഷൻസ് നമുക്ക് എങ്ങനെ HTML എക്സ്പോർട്ട് ചെയ്യാം, അതായത് HTML എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് അഡോബ് ആഫ്റ്റർ എഫക്ട്സിൻ്റെ ഒരു പ്ലഗിനാണ്, അതായത് ബോഡി മൂവിൻ എന്ന് പറയുന്ന പ്ലഗിൻ വെച്ചിട്ട് നമ്മൾ SVG ആനിമേഷൻസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഇതെങ്ങനെ നമുക്ക് ബോഡി മൂവിൻ പ്ലഗിൻ നമുക്ക് അഡോബ് ആഫ്റ്റർ എഫക്ട്സിൽ ഇൻസ്റ്റാൾ ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നമുക്ക് എന്താക്കാം, സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിൽ ബോഡി മൂവിൻ എന്ന് പറയുന്ന പ്ലഗിൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഞാൻ അതിന് വേണ്ടിയിട്ട് ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ലിങ്ക് ഓൾറെഡി ഉണ്ട്, ഞാൻ ലിങ്ക് തരാം, ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ വേണ്ടവർക്ക് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇത് ജിറ്റബിൻ്റെ ലിങ്കാണ്. അപ്പോൾ ജിറ്റബിൽ നിങ്ങൾക്ക് കാണാം ലോട്ടി വെബിൻ്റെ ഒരു ലിങ്കാണ്. അപ്പം ഇതിൽ നമുക്ക് കണ്ടോ, ഇതൊക്കെ നമ്മളെ ഈ SVG ആഫ്റ്റർ എഫക്ട്സ് SVG ആനിമേഷൻസാണ്. ഓക്കെ, അപ്പം ഈ രീതിയിൽ നമുക്ക് എന്താക്കാം, വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ആനിമേഷൻസ് ചെയ്യാൻ പറ്റും SVG വെച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ പ്ലഗിൻ ഇൻസ്റ്റാളേഷൻ ഗൈഡ് ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 4-5 ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ഈ സെക്കൻഡ് ലിങ്കാണ് എടുക്കുന്നത്. സെക്കൻഡ് ലിങ്ക് പോയി കഴിഞ്ഞാൽ അഡോബിൻ്റെ തന്നെ ഒരു ലിങ്കാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ ഓപ്ഷൻ ഒന്നും കാണില്ല. ഓക്കെ, അപ്പം ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളെ ആഫ്റ്റർ എഫക്ട്സ് 2018 എബോവ് വേർഷൻ, അതായത് CC 2018 എബോവ് വേർഷൻ ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ വിൻഡോസ് മാക്കിലും സപ്പോർട്ട് ചെയ്യും. അപ്പം ഇതാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്കിവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഓൾറെഡി ഇൻസ്റ്റാൾ ആയിരിക്കും. അപ്പോൾ ഈ എക്സ്ചേഞ്ച് പോയി കഴിഞ്ഞാൽ ഞാൻ ഇൻസ്റ്റാൾ ആണ്, ബോഡി മൂവിൻ പ്ലഗിന് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്താക്കാം, ഇവിടെ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് ഇത് ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം എക്സ്റ്റൻഷൻ മാനേജർ വെച്ചിട്ട് നമുക്കതിനെ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കും, ആഫ്റ്റർ എഫക്ട്സിലേക്ക് പ്ലഗിനെ ആഡ് ചെയ്തോളൂ. അപ്പം സിമ്പിളാണ്. ഇപ്പോൾ ജസ്റ്റ് റീഡ് ചെയ്തിട്ട് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അത്ര വലിയ കോംപ്ലിക്കേറ്റ് ഒന്നുമില്ല. നോർമൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഫ്റ്റർ എഫക്ട്സ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ആഫ്റ്റർ എഫക്ട്സ് 2020 ആണ്. അപ്പോൾ ആഫ്റ്റർ എഫക്ട്സിൽ നമുക്ക് ആദ്യം ആനിമേഷൻസ് ചെയ്യണം. അപ്പോൾ ആനിമേഷൻ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പ്രീവിയസ് വർക്കിന് വേണ്ടി ചെയ്ത് വെച്ചതാണ് ഈ ഒരു ആനിമേഷന്. അതായത് ഒരു ചെറിയൊരു ആനിമേഷൻസാണ്, ഒരു കുറച്ച് വേവ്സും കുറച്ച് മൂവ്മെൻറ്റ്സൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു ആനിമേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ആനിമേഷൻ ചെയ്യാം. സോ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി വെബ്സൈറ്റിൽ ഈ ഒരു ആനിമേഷൻ ഞാൻ CSS3 അതായത് ജാവാസ്ക്രിപ്റ്റോ വെച്ച് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കുറേ ലൈൻ ഓഫ് കോഡ്സ് വേണ്ടി വരും, കുറേ സമയം നമുക്ക് പോയി കിട്ടും. അപ്പോൾ ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഓക്കെ, ആ ഒരു ടൈമും ഇതും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലഗിൻ യൂസ് ചെയ്യുന്നത്. ഈ പ്ലഗിൻ യൂസ് ചെയ്തുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കോഡ്സ് എഴുതണ്ട. അത് കൂടാതെ നമുക്കിത് വളരെ സൈസ് കുറവായിരിക്കും. അതായത് ഒരു അറൗണ്ട് 10 or 20 KB വരും നമ്മളെ മൊത്തം ഈ ഒരു ആനിമേഷൻ സൈസ്. പിന്നെ കൂടാതെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്തോളും, ട്രാൻസ്പെറൻ്റ് ആയിട്ടും സെയിം ക്വാളിറ്റി സെയിം
മോഷൻസിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഓൾറെഡി ടൈം ലൈനിൽ ഒരു കോമ്പണൻറ്റിൽ ഇതുപോലെ ആനിമേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോഡി മൂവിൻ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്കതിനെ വിൻഡോയിൽ എക്സ്റ്റൻഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. കണ്ടോ, ബോഡി മൂവിൻ. ഓക്കെ, അപ്പം ജസ്റ്റ് ബോഡി മൂവിൻ പ്ലഗിൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡയലോഗ് ബോക്സ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡയലോഗ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റും നമ്മളെ കോമ്പണൻറ്റ്. ഇതാണ് നമ്മളെ കോമ്പണൻറ്റ് 1. കണ്ടോ, ഈ ഒരു കോമ്പണൻറ്റിലാണ് ഈ ഒരു കോമ്പണൻറ്റ്. ഓക്കെ, ഇത് സെലക്ട് ചെയ്യുക, ഇവിടെ സെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെൻഡർ ചോദിക്കുന്നുണ്ട്, അതുപോലെ പാത്ത് ചോദിക്കുന്നുണ്ട്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാത്ത് ചൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഡെസ്ക്ടോപ്പിലൊരു ഫോൾഡർ ഉണ്ടാക്കുകയാണ്, ഒരു ഫോൾഡർ. അപ്പം ഫോൾഡർ ഉണ്ടാക്കാമെന്ന് ആദ്യം ഫോൾഡർ ഉണ്ടാക്കി വെക്കുക, പുറത്തുനിന്ന് ഫോൾഡർ ഉണ്ടാക്കി വെക്കാൻ നോക്കുക. ഓക്കെ, ബോഡി BM ആനിമേഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് BM ആനിമേഷനിൽ പോവുക, സേവ് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ റെൻഡർ ഓപ്ഷൻ ഉണ്ട്. വേറെ സെറ്റിങ്സ് ഒന്നും ചേഞ്ച് ചെയ്യാൻ നിൽക്കണ്ട, ജസ്റ്റ് റെൻഡർ കൊടുക്കുക. റെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ അത് റെൻഡർ ആവും. വളരെ പെട്ടെന്ന് തന്നെ റെൻഡർ ആവും, കാരണം സ്മോൾ ആനിമേഷൻസ് ആണ്. ഓക്കെ, ഇപ്പം റെൻഡർ ആയിട്ടുണ്ട്. ഓക്കെ, ഡൺ കൊടുക്കുക. ഇനി നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫോൾഡറിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ BM ആനിമേഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ഫയലാണ്. ഒരു DATA.json ഉണ്ട്, പിന്നെ ഇമേജസിൻ്റെ ഒരു ഫോൾഡറുണ്ട്. ഇതിൽ നിങ്ങൾ ഈ ഇമേജസ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും 90 KB, 16 KB, 7 KB, 50 KB. അത് വളരെ സൈസ് കുറവായിട്ടാണ് നമ്മൾ ഇമേജ് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ ഒരു DATA.json ഫയലും ഉണ്ട്. ഇതിനെ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിഷ്വൽ കോഡ് എഡിറ്ററിൽ, ടെക്സ്റ്റ് എഡിറ്ററിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 1 ലൈൻ ഓഫ് സ്ക്രിപ്റ്റാണ്, അത് ഓട്ടോ ജനറേറ്റ് ആണ്. ഈ ഒരു ഫയലാണ് നമ്മൾ ആനിമേഷൻസ് മൊത്തം നടക്കുന്നത്. അപ്പം ഈ ഒരു JSON ഫയലിലാണ് നമ്മൾ ആനിമേഷൻ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതെങ്ങനെ നമുക്ക് പ്രിവ്യൂ കാണാൻ പറ്റും, ഇങ്ങനെ നമ്മൾ വെബ്സൈറ്റിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ. അപ്പോൾ അതാണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്കൊരു HTML ഫ്രെയിം വേണം, അതിലാണ് നമ്മൾ ഈ ആനിമേഷൻസ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നമ്മളെ ബോഡി മൂവിൻ ഫോൾഡർ ഓപ്പൺ ആക്കാൻ പോവാണ്. ടെക്സ്റ്റ് എഡിറ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം ബോഡി മൂവിൻ ഫോൾഡർ ഓപ്പൺ ആക്കി. ഇതിൽ നമ്മളെ ഇമേജസ് ഫോൾഡർ ഉണ്ട്, DATA.json ഉണ്ട്. ഇതിൽ ഞാനൊരു ഫയൽ ആഡ് ചെയ്യാൻ പോവാണ്, index.html. ഓക്കെ, index.html ആഡ് ചെയ്തു. ഇനി നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, എക്സ്ക്ലമേഷൻ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ HTML കോഡ് വരും. ഓക്കെ, HTML കോഡ് വന്നു. ഇവിടെ ഞാൻ BM ആനിമേഷൻ എന്ന് കൊടുത്തു, BM ബോഡി മൂവിൻ ആനിമേഷൻ. ഓക്കെ, ബോഡി മൂവിൻ ആനിമേഷൻ. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ JSON ഫയൽ, അതായത് DATA.json ഫയലിനെ നമ്മൾ ബോഡിയിലേക്ക് വിളിച്ചതിന് ശേഷം ഒരു ചെറിയ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഇതിനെ റൺ ചെയ്യിക്കാൻ പോവുകയാണ്. അപ്പം അതെങ്ങനെയാണെന്ന് നോക്കാം. ജസ്റ്റ് നമുക്കൊരു ഡിവ് ആഡ് ചെയ്യാം. ആ ഡിവിന് ഡിവ് ആഡ് ചെയ്തു. ആ ഡിവിക്ക് ഞാനൊരു ID കൊടുക്കുകയാണ്, BM ബോഡി മൂവിൻ എന്ന് പറയുന്ന ID കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കപ്പിൾ ഓഫ് സ്റ്റൈൽ ആവശ്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ ഞാൻ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല, കാരണം ബ്ലാങ്ക് ആണ്. അപ്പം നമ്മൾ കുറച്ച് സ്റ്റൈൽസ് ആഡ് ചെയ്യാൻ പോകണം അതിന്. അപ്പം നമുക്ക് ഇവിടെ തന്നെ സ്റ്റൈൽ കൊടുക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് ഒരു സ്റ്റൈൽ ആഡ് ചെയ്യാം. ഇവിടെ തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റൈൽ കൊടുത്തു. ഇവിടെ ഒരു സ്റ്റൈൽ ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ നമ്മൾ കുറച്ച് സ്റ്റൈൽസ് ആഡ് ചെയ്യാൻ പോവാണ്. ബോഡിക്ക് ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് ഒരു ബ്ലാക്ക് അപ്ലൈ ചെയ്തു. അതുപോലെ പാഡിങ് ഒരു 3 റൺ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതി. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ വേറെ കാര്യങ്ങളൊന്നും വേണ്ട, ഇപ്പോൾ തൽക്കാലം ഇത്ര മതി. അപ്പം ഒരു ഫ്രെയിം ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലായിരിക്കും നമ്മൾ ആനിമേഷൻസ് വരുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ BM ഓൾറെഡി
ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, BM എന്ന് പറയുന്ന ഒരു ID div ഉണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഒരു ഡാറ്റ ജേസനെ കോൾ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് റൺ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് സ്ക്രിപ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു CDN.js-ൻ്റെ ആവശ്യമുണ്ട്. അതായത് ലോട്ടി ആനിമേഷൻ്റെ ഈ ഒരു ലോട്ടി SVG എന്ന് പറയുന്നൊരു JS ഉണ്ട്. അപ്പോൾ അത് നമുക്ക് വേണം. അപ്പോൾ അതിന് ഞാൻ ഈ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ ഈ ഒരു ലിങ്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആനിമേഷൻസിൻ്റെ ലിങ്ക് കിട്ടും. അപ്പോൾ ഇതിൽ നമുക്കൊരു SVG ഞാൻ ലാസ്റ്റത്തെ ഞാൻ കോപ്പിയാണ് URL. എന്നിട്ട് ജസ്റ്റ് നമ്മൾ ഉണ്ട്, അതായത് ക്ലൗഡ് ഫ്ലെയറിൻ്റെ സ്ക്രിപ്റ്റാണ്. ഇതാണ് സ്ക്രിപ്റ്റ്, ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഈ ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ ആഡ് ചെയ്യണം, എന്നാലേ നമുക്ക് വർക്ക് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് പോയി കഴിഞ്ഞാൽ ലോട്ടി ആനിമേഷൻ്റെ സ്ക്രിപ്റ്റാണ്. ഈ ഒരു സ്ക്രിപ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സ്ക്രിപ്റ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു ഫങ്ഷനാലിറ്റി നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ അതും കൂടി നമുക്ക് ഈ ഒരു ഫങ്ഷൻ ജസ്റ്റ് സ്ക്രിപ്റ്റാണ്, ജസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു ഫങ്ഷൻ ആഡ് ചെയ്യും. ഓക്കെ, ഇത് നമുക്ക് ഓൺലൈനിൽ കിട്ടും, നമ്മളെ ലിങ്കിൽ തന്നെ ഉണ്ട്. നേരത്തെ നമ്മൾ പോയ ലിങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ലോട്ടീൻ്റെ സ്ക്രിപ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് ലോഡ് ആനിമേഷൻ പറയുന്നത് BM എന്ന് പറയുന്ന ID ആണ് നമ്മൾ ID. ഓക്കെ, പിന്നെ ഡാറ്റ ജേസൺ നമ്മൾ കോൾ ചെയ്യാണ് ഈ ഡാറ്റ ജേസൺ. പിന്നെ ആനിമേഷൻസ് റെൻഡറൊക്കെ ഓട്ടോ പ്ലേ ഒക്കെ ട്രൂ ആക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യം ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് എന്താക്കാം, പ്രിവ്യൂ കൊടുക്കാം. കണ്ടോ, ആനിമേഷൻസ് റൺ ആകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈസ് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഇപ്പോൾ 100% അത് കൊടുത്തത് ഒരു 500 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിസിബിൾ ആയിരിക്കും. കണ്ടോ, ആനിമേഷൻസ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇത് ഏത് സ്ക്രീനിലും കറക്റ്റ് വർക്ക് ചെയ്തോളൂ. നമ്മൾ 100% കൊടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് വർക്ക് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ തീർച്ചയായും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക, അതായത് ചെയ്ത് നോക്കുക. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെന്താക്കുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സീ യു നെക്സ്റ്റ് വൺ.